നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് യൂട്യൂബിൽ കുറച്ച് വീഡിയോ ഇട്ടായിരുന്നു, അതായത് ടെക് അപ്ഡേറ്റ്സ് എന്ന വീഡിയോ. പക്ഷേ നമ്മൾ ഇനി മുതൽ ആ ഒരു വീഡിയോ ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്യണം. സാധാരണ കേസിൽ നമ്മൾ അൺബോക്സിങ് റിവ്യൂ വീഡിയോസൊക്കെ യൂട്യൂബിലാണ് ഇടാറുള്ളത്. ഇനി ടെക് അപ്ഡേറ്റ്സ് എന്ന വീഡിയോസ് ആഴ്ചയിൽ 2-3 വീഡിയോസ് നമ്മളുടെ ഫേസ്ബുക്ക് പേജിലേക്ക് ഇടുകയാണ്. പല ആളുകളും ചോദിക്കാറുണ്ട് ഫേസ്ബുക്കിൽ വീഡിയോ ഇല്ലാത്തത്. പുതിയ ഇൻഫർമേഷനുകൾ ഇനിയെല്ലാം ഫേസ്ബുക്കിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ യൂട്യൂബിലുമുണ്ട്. കാണുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളോട് സഹകരിക്കാം. ഓക്കെ, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. അടുത്ത ദിവസങ്ങളിൽ കുറച്ച് 5 ന്യൂസ് വരെ നമ്മളിതിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഐഫോൺ ഈ മാസം 28-ാം തീയതി മുതൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതെവിടെ നിന്നാണ് ലഭിക്കുക, അതിൻ്റെ പ്രൈസൊക്കെ നമുക്ക് നോക്കാം. ഭയങ്കര വിലയാണ്. 256 GB എന്താ പറയുക, 1,24,900 രൂപയാണ്. അതേപോലെ തന്നെ 512 GB ആണെങ്കിൽ 1,44,900 രൂപ. 64 GB 10S ഫോണിന് 1,100,000 രൂപ കുറവ്, 99,990 രൂപയാണ് അതിൻ്റെ വില. ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഐഫോണിൻ്റെ മെമ്മറി എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാമെന്നുള്ള ഒരു പെൻഡ്രൈവ്, സാൻഡ് ഡിസ്കിൻ്റെ ഒരു പെൻഡ്രൈവാണ്. അതിന് 3,500 രൂപയുള്ളൂ. 64 GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചോളൂ, ഈ ഐഫോൺ വാങ്ങിക്കാൻ പോകുന്ന സുഹൃത്തുക്കൾ 256 GB വാങ്ങിച്ച് 1,24,000 രൂപ മുടക്കണോ, അതോ എന്താ പറയുക 64 GB 3,000 രൂപയുടെ ഈ മെമ്മറി ഈ പെൻഡ്രൈവ് വഴി എക്സ്പാൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ചോയ്സാണ്. എന്നിരുന്നാൽ പോലും 5 മാർഗങ്ങളിലൂടെ നമുക്ക് ഈ ഐഫോൺ സ്വന്തമാക്കാമെന്നാണ് പറയണത്. ഒന്ന്, ഐഫോണിൻ്റെ ഓതറൈസ്ഡ് ഷോറൂമുകളുണ്ട്. ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ കറൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഐ ടി നെറ്റ് പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. അവിടെ നിന്ന് അഡ്വാൻസ് ആയിട്ട് 10,000 റുപ്പീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എയർടെലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ പേടിഎം മാളുകൾ വഴി നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ദെൻ ജിയോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അഡ്വാൻസ് ആയിട്ട് 10,000 റുപ്പീസ് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കാൻ സാധിക്കും. ദെൻ അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ട് അറിയാലോ, ഫ്ലിപ്കാർട്ട് ഇപ്പോൾ ഒരുപാട്, ഇപ്പോൾ വാൾമാർട്ട് പർച്ചേസ് ചെയ്യുക, പിന്നെ ഫ്ലിപ്കാർട്ട് വളരെ അഗ്രസീവായിട്ടാണ് ഇനി മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയും നമുക്കിത് ഐഫോൺ 10S-ഉം 10X മാക്സും പർച്ചേസ് ചെയ്യാവുന്നതാണ്. എന്തായാലും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു വേയിലൂടെ എന്തായാലും നോക്കിക്കോളൂ. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 3 ക്യാമറകളുമായിട്ട് ഗാലക്സി A7 ഫോൺ വിപണിയിൽ വരാൻ പോകുന്നതാണ്. യൂറോപ്പിലും ഏഷ്യയിലുമാണ് വിപണിയെ എന്താ പറയുക കൈയടക്കാൻ വേണ്ടിയിട്ടാണ് സാംസങ് പുതിയ തന്ത്രവുമായിട്ട് വരുന്നത്. അതിൻ്റെ പ്രൈസിനെ കുറിച്ച് നമുക്ക് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടും അവൈലബിൾ അല്ല. എന്നിരുന്നാൽ പോലും 3 ക്യാമറകളാണ് അതിലുള്ളത്. അതിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ 6 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്, അമോ LED ആണ്, അതേപോലെ തന്നെ ഇൻഫിനിറ്റി ഡിസ്പ്ലേ ആണ്, അതേപോലെ തന്നെ ഫിംഗർ പ്രിൻ്റ് സെൻസർ ഒരു സൈഡിലേക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡോൾബി അറ്റ്മോസിൻ്റെ സവിശേഷത കൂടിയിട്ടാണ് ആ ഫോൺ വരുന്നത്. 24 മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറയ്ക്കുള്ള, സെൽഫിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണെന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. 24 മെഗാ പിക്സലോട് കൂടിയിട്ടാണ് അത് വരുന്നത്. ദെൻ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്നും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഫോൺ നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ആൻഡ്രോയിഡിൻ്റെ ഒറിയോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് അറിയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ 1080x2280 പിക്സൽസ് ആണ്, 6 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ, 1300 mAh ആണ് ബാറ്ററി എന്ന് പറയുന്നത്. പ്രോസസ്സറിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഫോൺ കയ്യിൽ കിട്ടിക്കൊണ്ട് നമുക്ക് റിവ്യൂ ചെയ്യാം. എന്തായാലും സാംസങ്ങിൻ്റെ 3 ക്യാമറയോട് കൂടിയ A7 ഉടനെ തന്നെ വരികയും ചെയ്തിട്ട്. ഇനി മൂന്നാമത്തെ കാര്യം ആപ്പിൾ ഫോണിനെ കുറിച്ച് തന്നെയാണ്. കാരണം ആപ്പിളിൻ്റെ പുതിയൊരു ഫീച്ചേഴ്സിൽ ആപ്പിളിൻ്റെ പുതിയൊരു മൊബൈൽ ഫോണുകളിൽ നിന്നും ഫിംഗർ പ്രിൻ്റ് സ്കാനർ, പാറ്റേൺ ലോക്കൊക്കെ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഫേസ് അൺലോക്കിങ്ങിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ആപ്പിൾ ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഇപ്പോൾ ആപ്പിളിൻ്റെ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയ 12 തന്നെ കൂടുതൽ ഒരു എന്താ പറയുക പഴയ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കൊണ്ടിട്ടാണ് ഇത് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അതായത് 2 വട്ടം നമുക്ക് ഫേസ് അൺലോക്ക് ചെയ്ത് ഒന്നുകൂടെ സെക്യൂരിറ്റി തൃപ്തിപ്പെടുത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗ്ലാസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് വെച്ച ഒരു പോർഷൻ സ്കാൻ ചെയ്യാം. ഇതിലേക്ക് ഗ്ലാസ് വെക്കാതെയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് വെക്കാതെ നമുക്ക് സ്കാൻ ചെയ്യാം. ഇനി കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയും സ്കാൻ ചെയ്യാം. കൂളിംഗ് ഗ്ലാസ് ഊരിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്കാൻ ചെയ്യാൻ സാധിക്കും. പിന്നെ വേറെ പ്രത്യേകത,
ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ ഫേസ് അൺലോക്ക് ആയതുകൊണ്ട് ഇപ്പോൾ വേറൊരാൾക്ക് ഈ ഫോൺ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും രണ്ടാമതൊരാളെയും കൂടി നമുക്ക് നമ്മളുടെ എന്താ പറയുക ഇതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എൻ്റെ വൈഫിനാണെന്നുണ്ടെങ്കിൽ ഞാനും ഒന്ന് ഒരു എൻ്റെ ഫേസ് സ്കാൻ ചെയ്യുന്നു, വൈഫും എന്താ പറയുക ഫേസ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇനി ഫോൺ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളെ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഫേസ് കൊണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. അതെന്തായാലും കൊള്ളാം. ഇപ്പം ഇനി ഒരാൾ പറയുമ്പോൾ ഇപ്പോൾ പാറ്റേണും അതേപോലെ തന്നെ ഫിംഗറും അവോയ്ഡ് ചെയ്തതോടുകൂടി ഇനി കൂടുതൽ സെക്യൂരിറ്റിക്ക് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ആപ്പിൾ വിപണിയിലേക്ക് വരികയും ചെയ്തത്. അങ്ങനെ 3 അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നത്തെ ടെക് അപ്ഡേറ്റ്സ് എന്ന സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇനി കണ്ടിന്യൂസ്ലി നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും സെയിം ടൈം അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. ടെക്നോളജിയുടെ പുതിയ കാര്യങ്ങൾ അറിയാൻ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എപ്പോഴും താല്പര്യമുണ്ട്. എനിക്കും അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാനും പറയാനും താല്പര്യമുണ്ട്. എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങൾ സഹകരിക്കുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്ത് നിങ്ങൾ സഹകരിക്കുക. പുതിയ ഇതുപോലെ ടെക്നോളജി പരമായിട്ടുള്ള അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.